ഗൈസ് ഈ അമ്മ ഒന്നും പറയാതെ അപ്പോഴത്തേക്ക് ഇതിലെല്ലാം ഇട്ടു. അമ്മേ ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. അപ്പൊ ഗോതമ്പ് ദോശയാണ് കേട്ടോ. അങ്ങോട്ട് വെച്ചോളന്നാ. ഗോതമ്പ് ദോശയും ഉള്ളിച്ചമ്മന്തി. ഗോതമ്പ് ദോശയും ഉള്ളിച്ചമ്മന്തി. ചെറിയ ഉള്ളിയാണ് വേണ്ടത്, പക്ഷെ ചെറിയ ഉള്ളി ഇല്ലാത്തോണ്ട് നമ്മള് ചെറിയ ഉള്ളി വാങ്ങിക്കണത് എങ്ങനെയാന്ന് വെച്ചാൽ സാമ്പാർ ഉണ്ടാക്കാൻ വേണ്ടി മാത്രം ആ ടൈമില് വാങ്ങിക്കും. അതെ, അല്ലാണ്ട് സ്റ്റോക്ക് ചെയ്ത് വെക്കാറില്ല. പിന്നെ എന്താ, അത് മാത്രല്ല നേരെയൊക്കെ പണിയല്ലേ. സവോളയാണ് സുഖം, സവോള എളുപ്പാ. അപ്പൊ അതാണ് അധികം നമ്മള് ഉപയോഗിക്കാറ്. അതെ അതെ അതെ. മതിയാവോ? കുറച്ചുകൂടി വേണോ? കുറച്ചുകൂടെ എടുത്തോളൂ തോന്നണു. ഇതിപ്പോ 2-3 പേർക്കല്ലൊക്കെ ഉണ്ടാവുള്ളൂ. ഇത് ഉണ്ടാക്കി വരുമ്പോ ഉണ്ടാവില്ല അമ്മ. കുറച്ചുകൂടെ പൊടി എടുത്തോളൂ. ഇവിടെ നമ്മൾ കാപ്പിക്ക് വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ. തിളയ്ക്കാനായി. ഇപ്പൊ തിളയ്ക്കും. കാപ്പി ഉണ്ടാക്കാം. ഇന്ന് നല്ല ലേറ്റ് ആയി നമ്മള്. ഇന്ന് കുറച്ച് ഇങ്ങനെ പരിപാടിയൊക്കെ ഉണ്ടായപ്പോ അങ്ങനെ നിക്കായിരുന്നു. കുറച്ച് നനയ്ക്കാനും ചെടികളൊക്കെ ഉള്ളതുകൊണ്ടേ കുറച്ച് നനയ്ക്കാനൊക്കെ ഉണ്ടായിരുന്നു. റോസ് കണ്ടായിരുന്നു. അതെ അതെ, 4-5 ചട്ടി റോസ് ഒക്കെ വാങ്ങിണ്ടായിരുന്നു. ആദ്യം ഇതിക്കന്നെ ഇടാം. ഇട്ടോളൂ. ഇതാ ഇവിടെ ഒരു സുന്ദരി കുട്ടി എത്തിയല്ലോ. എല്ലാവരോടും ഹായ് പറയൂ കുഞ്ഞാമേ. ഫോൺ നോക്കത് മൈൻഡ് ഇല്ലാതെ. ഒരു ഹായ് പറയൂ കുഞ്ഞാമേ. ഇങ്ങോട്ട് വരൂ. എല്ലാവർക്കും സുഖാണോ ചോദിക്കൂ. ഇങ്ങോട്ട് വരൂ. കുഞ്ഞാമേനെ ചോദിക്കണ എത്ര പേരുണ്ട്. എല്ലാവർക്കും സുഖാണോ ചോദിക്കൂ. കൈ വായന്നെടുക്കൂ. ചോദിക്കൂ. എല്ലാവർക്കും സുഖാണോ? ഭക്ഷണം കഴിച്ചോ ചോദിക്കൂ. അമ്മ മിന്നൽ മുരളിയാണ്. ചൂടൊന്നും അമ്മക്ക് വിഷയമില്ല. ചിലപ്പോ ഞാൻ കൂടുതൽ എടുക്കാറുണ്ട്. ഇന്നിപ്പോ ഇങ്ങനെ കഴിക്കുക. പാല് കാച്ചണ്ടേ? ഒരു കാര്യം ഞാൻ അതെ അതെ, ഒരു കാര്യം ഞാൻ എല്ലാവരോടും ചോദിക്കാൻ ഒരു ഹെൽപ്പാണ്. ഇങ്ങനത്തെ നമ്മുടെ ഇൻസ്റ്റന്റ് കോഫി പൗഡർ ഇല്ലേ, അത് കട്ട പിടിക്കാതിരിക്കാൻ എന്താ ചെയ്യുക? ഫ്രിഡ്ജിലൊക്കെ ചെയ്യാ? ആണോ? സംഭവം ഉണങ്ങിയ സ്പൂണൊക്കെ തന്നെ. പക്ഷെ നമ്മൾ ഓരോ തവണ എടുക്കുമ്പോഴും നമ്മള് കൈ നല്ല വൃത്തിയിൽ തുടയ്ക്കണം. നനവ് പാടുകയില്ല. ഞങ്ങൾ ചെയ്തു നോക്കാം. പക്ഷെ നമ്മള് അങ്ങനെ നനവൊന്നും വരലില്ല. പക്ഷെ ഉണ്ടാവാറില്ല. ഇനി എങ്ങാനും അറിയാതെ നമ്മള് ഇനി അങ്ങനെ ശ്രദ്ധിച്ചു നോക്കാം. എന്നാ ഇവിടെ കത്തിക്കാല്ലേ അമ്മേ? അതന്നെ, അതെ അതെ. അച്ഛൻ നമ്മളെ കറണ്ടിന് പറയണ ആളാ. അതെ. ഇതാ ഉള്ളി ചമ്മന്തിയും കൂടെ ഉണ്ടാക്കി കഴിഞ്ഞാ മാവ് കാലി ചെയ്യണ്ടോ? അതെ, നമ്മള് കറക്റ്റ് ആയില്ലേ? ഇതാ ഒരാളിവിടെ വന്നിട്ടുണ്ട്. മുത്തശ്ശിയുടെ എണ്ണയുടെ യൂണിഫോം ആണ്, അതാണ് അത്ര കാണിക്കാത്ത. എണ്ണ ലാസ്റ്റത്തെ എണ്ണ അല്ലേ? അതെ, ഇവിടെ തേക്കാം. നല്ല പച്ച കളർ കണ്ടു. നമ്മളെ നീലമരി ചേർത്ത് നീല കളർ, അതാവും നീലമരി പേരില്ല. അതെ അതെ, കറുപ്പ് നിറം. പച്ചയും കൂടും. ഒരു കറുപ്പ് കാണുമ്പോ നല്ല കറുപ്പും പച്ചയും മിക്സ് ചെയ്ത് കാണുമ്പോ ഇങ്ങനെ കറുപ്പ്, എടുത്തു കഴിയുമ്പോ പച്ച. അതാണ് തലമുടിയും കറക്കാനുള്ള കാരണം. ഇതിപ്പോ കുറച്ചുള്ളതാട്ടോ. അതെ. അതെ, പ്രാവശ്യം ഓർഡർ വന്നത് എത്ര ലിറ്ററാണ് നമ്മുടെ അടുത്ത്? 13 ലിറ്റർ. 13 ലിറ്റർ എണ്ണ. ഇവിടെ ചോളൂ. ഇവിടെ സൈഡിലേക്ക് വെക്കിയെന്നാ. ഇവിടെ വെച്ചോളൂ. ഹെയർ ഓയിൽ നമ്മുടെ. നമ്മള് പച്ചക്കറുപ്പൂരും കൂടെ പൊടിച്ചതിൽ ചേർക്കണം. ബോട്ടിലാക്കണം. നല്ല ചിലത് കൊറിയർ ചെയ്യാനും ഉണ്ട്. അതെ അതെ, എന്നുവെച്ചാൽ പൈസ അയച്ചിട്ട് കൊറേ പിന്നെ നമ്മള് നല്ല അയച്ചു കൊടുക്കണല്ലോ.
നീലവരി കിട്ടാൻ താമസമായി. ആ അതാ ക്രിസ്മസിന്റെ അവധി വന്നില്ലേ? ആ അതെ അതെ അപ്പൊ തന്നെ താമസമാവും. ചിലവര് ചോദിച്ചിരുന്നേ വാട്സപ്പിൽ മെസ്സേജ് ഞായറാഴ്ച വന്നു. ആ അതെ അതെ. അപ്പൊ ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു ഇതാ ഇന്ന് ഇപ്പൊ റെഡി ആയി, നമ്മളെ ബോക്സ് ഇനി നാളെ എത്തുള്ളൂ. അപ്പൊ അതൊരു പ്രശ്നമാണ്. എന്നാലും തൽക്കാലൊക്കെ ഇന്ന് അർജന്റ് ഉള്ളവർക്കൊക്കെ ഇന്ന് തന്നെ അയക്കും. അപ്പൊ എനിക്കിനി പെരുന്നാളെല്ലാം പോണം താമോ. അതെയോ? ഞാൻ പുറപ്പെടാൻ പോവുകയാണ്. ആയിക്കോട്ടെ കടയിൽ പോണം. ആയിക്കോട്ടെ. അപ്പൊ ഞാൻ എന്ത് പറഞ്ഞു പറയാം, മുത്തശ്ശീനോട് എണ്ണയുടെ ബോട്ടിലും ആ ശരിയാ. എന്നിട്ട് 200 മില്ലി അല്ല ആകുമ്പോ ആ അതെ അതെ 1 ലിറ്റർ പറഞ്ഞവർക്ക് എളുപ്പമുണ്ടല്ലോ, 2 ബോട്ടിലാക്കിയാൽ മതി. ശരിയാ. ഇത് അടച്ചു വെക്കാം. അങ്ങനെ മുത്തശ്ശി പെരുന്നാളിനെ പോയി. പിന്നെ ഈ മീറ്റിംഗ് ചലഞ്ചിന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാണ്ടായിരുന്നു, അതിന്റെയൊക്കെ ലിസ്റ്റ് കൊടുത്തു. അതെ. അപ്പൊ നമ്മളെ ചമ്മന്തി ഇനി ഉണ്ടാക്കുക. പിന്നെ മുളക് ഞാൻ അമ്മോനോട് സംസാരിച്ചിട്ട് ഇപ്പൊ ഇവിടെ വെച്ച് ഇവിടെ വെച്ച്. മറ്റേ മുളക് എടുത്തോ? കാശ്മീരി. അത് എടുക്കാം. കാശ്മീരി മുളക് തന്നെ എടുക്കാം അല്ലേ? ആ അതാ പറഞ്ഞേ. ആ പൊടിയല്ല. ഇപ്പൊ നമ്മൾ ഇവിടെ ഇത്ര വേണോ? ഇല്ല, ഞാൻ വെറുതെ എടുത്തു. നമ്മളിപ്പോഴേ ഇത് ഇങ്ങനെ ഇവിടെ വെക്കാറില്ല. ഫ്രിഡ്ജിലാ വെക്കാറില്ല. ഫ്രിഡ്ജിലാ വെക്കാറില്ല. എപ്പോഴും വേഗം പൂക്കലും ഇതൊക്കെ വരികയാണ്. അപ്പൊ പിന്നെ ഇതാണ് ഇപ്പൊ സൗകര്യം. ഇപ്പൊ വേഗം ഉണ്ടാക്കാൻ നോക്കാം. ഇത് എത്ര വേണം? മറ്റേത് കുറച്ച് മതി അല്ലേ? കളർ കിട്ടാൻ വേണ്ടി മതിയല്ലോ. മതിയാവും. എരിവുള്ള മുളക് തന്നെ. എന്നാ മതി. നല്ല എരിവ് വേണ്ടല്ലോ. എരിവ് വേണ്ട. നമ്മളെങ്ങനെ വെക്കല്ലേ കാണിച്ചിട്ട് കേട്ടോ. അതാ നമ്മളിങ്ങനെ കാശ്മീരി മുളക് ഇങ്ങനെ സാധാരണ ഇപ്പൊ നമ്മളിപ്പോ ഇത് ഇന്നലെ അച്ഛൻ വാങ്ങിയിട്ട് കേട്ടോ. അല്ലെങ്കിൽ നമ്മളിപ്പോ ഇത് ഒരു ബൗളിലോ ബോക്സിൽ അങ്ങനത്തെ നമ്മള് കണ്ടെയ്നറിൽ ഇട്ടിട്ട് സൂക്ഷിക്കുക ചെയ്യുക ഫ്രിഡ്ജിൽ തന്നെ. ഇതിപ്പോ ഇന്നലെ വാങ്ങിയോണ്ടാണ്. ഗൈസ്, ഈ അമ്മ ഒന്നും പറയാതെ അപ്പോഴത്തേക്ക് ഇതിലെല്ലാം ഇട്ടു. എല്ലാം ഇട്ടു. അല്ല അമ്മ മുത്തശ്ശി എന്തോ അത്യാവശ്യത്തിന് വിളിച്ചപ്പോ അങ്ങോട്ട് പോയി. പോയില്ലേ? അപ്പൊ ഞാൻ മുളകും സവാളയും കുറച്ച് വെളിച്ചെണ്ണ മാത്രമേ നല്ലോണം എന്താ പറയാ വഴന്റെ പോലെ ആവും. ഒരു ലൈറ്റ് ബ്രൗൺ വരണം. അമ്മ എന്തിനാ ചക്കക്കുരു? ചക്കക്കുരു നമുക്ക് ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടിട്ട് എന്താ പറയാ ഉപ്പേരി, നാടൻ ഉപ്പേരി. ചക്കക്കുരു വീഡിയോയില് ചക്കക്കുരു അവളപ്പൊ പറഞ്ഞ പോരെ? അല്ല പറഞ്ഞോളൂ. എന്താ? ചക്കക്കുരും കയപ്പയ്ക്കും കായും. ആ അത് നമ്മള് വേറെ ഒരു വീഡിയോ ചെയ്യൂട്ടോ. അത് ഇപ്പൊ നമ്മള് ചമ്മന്തി ഇതാ റെഡിയായി. ഇനി നമുക്ക് എനിക്ക് ആക്കിയിട്ട് കുറച്ച് വെളിച്ചെണ്ണ കഴിക്കാം. അമ്മേ, ആമോ ഞാൻ ഒരു സംഭവം കണ്ടുകൂടെ? ചക്കക്കുരു അതെ അതെ അതെ. അത് നമ്മളെന്താന്ന് വെച്ചാലേ നമ്മളിതുകൊണ്ട് ഒരു ഉപ്പേരി ഉണ്ടാക്കും. നല്ല ഒരു നാടൻ. പണ്ടൊക്കെ മുത്തശ്ശി പറഞ്ഞൊക്കെ ഇപ്പൊ ഒന്ന് മുത്തശ്ശി പെരിന്തൽമണ്ണ പോയതാണ്. അതാ മുത്തശ്ശിയെ കാണിക്കാത്ത. നേരത്തെ ഇവിടെ വന്നിട്ടപ്പോ പറഞ്ഞു തരുന്നല്ലോ. അപ്പൊ നമ്മള് ചക്കക്കുരു നോക്കുമ്പോ ഈ ചക്കക്കുരു വലിപ്പം അവിടെ തന്ന ചക്ക. അപ്പൊ അതുകൊണ്ടുള്ളത് അമ്മായി കുരുവൊക്കെ നല്ല കഴുകിയൊക്കെ വൃത്തിയാക്കി സൂക്ഷിച്ചു വെച്ചോ. അത്രേ ഉള്ളൂ. കണ്ടു ഒരു ചക്കയുടെ കുരു. അത് കുഞ്ഞു കുരു. അതെ അതെ. അപ്പൊ ഇത് വെച്ചിട്ട് നമ്മള് ചക്കക്കുരും കയപ്പയ്ക്കയും കായയും കൂടെ ഇല്ലത്തുനിന്ന് അമ്മായി തന്ന കായില്ലേ വടക്കൻ കദളി പറഞ്ഞു എല്ലാം കൂടെ ഒരു നാടൻ രീതിയിലുള്ള ഒരു ഉപ്പേരി. പിന്നെന്താന്ന് വെച്ചാല് തക്കാളിയും പരിപ്പും കൂട്ടാൻ പോലെ ഒരു കൂട്ടാൻ. അപ്പൊ അത് രണ്ടും നമ്മൾ കാണിക്കാം. നമ്മള് ജസ്റ്റ് ക്ലിപ്പ് കാണിക്കാം കേട്ടോ, എങ്ങനെ ഉണ്ടാക്കണം എന്നല്ലാതെ ജസ്റ്റ് എല്ലാം കാണിക്കാം. അപ്പൊ നമ്മളെ ചമ്മന്തി റെഡി ആയിട്ടോ. നമുക്ക് ഒരു വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചാൽ ദോശ റെഡി. നിങ്ങൾ ഇതേപോലെ ഉള്ളി ചമ്മന്തി ഇങ്ങനെയാണ് ഉണ്ടാക്കാറുള്ളത് എന്നുള്ളത് പറയണം കേട്ടോ. നമുക്ക് കഴിക്കാല്ലേ? അതെ, കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കട്ടെ ഞാൻ. ഒഴിച്ചോളൂ. മതി കുറച്ച് കൂടി. അതെന്താ അറിയോ, ഞാൻ ഈ കൈ കൊണ്ട് ഇങ്ങനെ ഒഴിച്ചപ്പോഴേ ചെറുതായിട്ടൊന്ന് പാളിപ്പോയതാ. ചെറുതായി പാളിപ്പോയതാ. മുത്തശ്ശി പോവയ്യോ? ഓക്കെ, അയ്യോ ആയിക്കോട്ടെ. എന്നാ ഞാൻ വന്നോളൂ. ഇവിടെ നിന്ന് വെറൈറ്റി ഡിഷുകളാ. ചക്കക്കുരും കയപ്പയ്ക്കും. ഇന്ന് ഫുൾ നാടനാ ഇവിടെ. വാച്ച് നടക്കണില്ല, ബാറ്ററി ഇല്ലാഞ്ഞിട്ടോ എന്തെങ്കിലും കംപ്ലൈന്റ് അതും അറിയില്ല. കാണിക്കണം സുധീർ വാച്ച്. ഓക്കെ അമ്മ, നമ്മുടെ കൂട്ടാനൊക്കെ റെഡി ആയോ? റെഡിയായി. മുത്തശ്ശിക്ക് ഞാൻ കൂട്ടാൻ കൊടുത്തു. മുത്തശ്ശി കൊണ്ടുപോയി. ഇത് നമുക്കുള്ളതേ ഉള്ളൂ. ഇത് കളിച്ചട്ടിയില ഉണ്ടാക്കിയപ്പോ വേറെ ടേസ്റ്റ് ആണല്ലോ അതിന്. അതെ. പിന്നെ നമ്മൾ ഉപ്പേരി ചക്കക്കുരും കായ അത് മുത്തശ്ശിക്ക് കൊടുത്തു. ബാക്കിയുള്ളതാണ്. ബാക്കിയുള്ള നമ്മളൊരു 3-4 ആൾക്ക് ഇത്രയൊക്കെ വേണ്ടു. കുറച്ച് കഴിക്കുള്ളൂ.
പിന്നെ ഇത് ഞാനേ ഉപ്പിലിട്ടത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വെള്ളത്തിലിട്ട് വെച്ച മുളകും കടുകും സംഭവങ്ങൾ. മാങ്ങ നുറുക്കി വെച്ചൂലേ അമ്മു? അതെ, മാങ്ങ നുറുക്കി ഉപ്പിട്ട് വെച്ചിട്ടുണ്ട്. നമ്മളെ നീലേശ്വരത്തെ ഞാൻ പറഞ്ഞു അമ്മൂനോട് നീലേശ്വരത്തെ അച്ചമ്മ ഉണ്ടാക്കുന്ന രീതിയിൽ ഉണ്ടാക്കാൻ പറഞ്ഞു. അപ്പൊ അമ്മ പറഞ്ഞു അങ്ങനെ ആയിക്കോട്ടെ ഉണ്ടാക്കല്. അതെ അതെ. അപ്പൊ കടുകും മുളകും അവിടെ അങ്ങനെയാണ് അമ്മ ചെയ്യാറ്. അരയ്ക്കും. പണ്ടൊക്കെ കുറെ ഉണ്ടാക്കുവേ. മാങ്ങയൊക്കെ ഇഷ്ടംപോലെ ഉണ്ടാവും അവിടെ മാവുമ്പില്. അപ്പൊ അങ്ങനെ പറിച്ചിട്ട് ആളുകളെ വിളിച്ചൊക്കെ പറപ്പിച്ചിട്ട് നല്ല രീതിയിലൊക്കെ ആകുമ്പോ അങ്ങനെ നുറുക്കി റെഡിയാക്കി ഇങ്ങനെ വെക്കും. ഞങ്ങളൊക്കെ കൂടാറുണ്ട് തുടച്ചൊക്കെ ഇതാക്കാനൊക്കെ. അപ്പൊ നല്ല ടേസ്റ്റ് ആണ് അങ്ങനെ അരച്ചിട്ടുണ്ടാക്കി കഴിഞ്ഞാല്. നമ്മൾ അരച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. അതെ, വെള്ളമൊക്കെ തിളപ്പിച്ച് ചൂടാറിച്ചതിന് ശേഷമാണ് ഒക്കെ ചെയ്യാറ്. അവിടെ ചെന്നിട്ടാണ് ഞാൻ അങ്ങനെ അരക്കണ സംഭവം കണ്ടിട്ടുള്ളത്. സത്യം മുളകൊക്കെ അരക്കണത്. നമ്മളെന്താന്ന് വെച്ചാൽ മുളക് ഇപ്പൊ കടുമാക്കിക്ക് നമ്മള് മുളക് ഉണക്കി പൊടിപ്പിക്കല്ലേ പറയാം. മുളക് അവസാനം മുളക് അവസാനം ഉണക്കി പൊടിപ്പിക്കല്ലേ ചെയ്യാം. അവസാനം അങ്ങനെ ചെയ്യും. അപ്പൊ അങ്ങനെയൊക്കെ അരച്ചത് ഞാൻ അവിടെ ചെന്നിട്ടാണ് അങ്ങനെ അരക്കണത് കണ്ടിട്ടുള്ളത്. അപ്പൊ അതിന് വേറെ ടേസ്റ്റ് ആണ്. മഴക്കാലത്തൊക്കെ ആ കടുമാങ്ങ എടുക്കുമ്പോ അതിലിപ്പോഴും വെള്ളം വരും. മനസ്സിലായി. നല്ല ഇഷ്ടാണ്. കുറച്ചൊക്കെ നമ്മളവിടെ കിട്ടണ പോലെയല്ല, കുറച്ചും കൂടെ വലിപ്പം ഉണ്ടാവും. മാങ്ങ എന്താന്ന് വെച്ചാ പൊട്ടിക്കാൻ കുറെ വൈകൊണ്ടാണ്. അങ്ങനെ കിട്ടണ്ടേ. ആ പ്ലാവല്ല സോറി മാവ് വേണമെങ്കിൽ നമ്മക്ക് ഒക്കെ ഉടക്കലാണല്ലോ. അങ്ങനെയൊന്നും നാവ് ശരിക്കും കിട്ടില്ല. ചില സമയത്ത് നമുക്ക് അങ്ങനെയാണല്ലോ, നല്ല രീതിയിൽ പറയാ വിചാരിക്കും, ആകെ കൊളാവും. അതെ അതെ അതെ. അങ്ങനെ അപ്പൊ നീ ചോറും കൂടെ ആവാണ്ട് ചോറ് വെക്കാൻ മറന്നു. ഓർമ്മ നേരത്തെ വെക്കാറുണ്ട്. അപ്പൊ ആ ഓർമ്മയിലായി. പിന്നെ ചോറ് വെച്ച് കഴിഞ്ഞാല് നമുക്ക് ഊണ് കഴിക്കാം. അതെ. അങ്ങനെ വൈകുന്നേരമായി. ഇവിടെ കുറേ പാത്രങ്ങളൊക്കെ കഴുകാനും ക്ലീൻ ചെയ്യാനൊക്കെ ഉണ്ട്. ഭയങ്കര മെസ്സായിട്ട് കിടക്കുകയാണ്. നല്ല ഭംഗിയുണ്ടല്ലേ ഇപ്പൊ കാണാൻ വേണ്ടിയിട്ട്. ഇനി ഇതൊക്കെ വൃത്തിയാക്കണം. അമ്മേനെ ഹെൽപ്പ് ചെയ്യാണ്ട് കുറച്ച് നേരത്തേക്ക് പരിപാടി ഉണ്ട്. ഇവിടെ കട്ടൻ ചായ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ ഇത് ഞാൻ പച്ചരിയും കൊണ്ട് ഉണ്ടാക്കിയ വടയാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട്. പച്ചരിയും കൊണ്ട് ഉണ്ടാക്കിയ വട. ഇതെനിക്ക് ഹെയർ മാസ്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഉലുവയും ബാക്കിയുള്ള സാധനങ്ങളൊക്കെ പൊടിച്ച് തൈര് കൂട്ടി വെച്ചതാണ്. ഇനി നാളെ രാവിലത്തേക്കാണ് ഹെയർ മാസ്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുത്ത് വെച്ചതാണ്. പിന്നെ ഇപ്പം എന്താ പറയാനുള്ളത്, ഇനിയിപ്പോൾ ഇവിടെയൊക്കെ ക്ലീൻ ചെയ്യണം. സന്ധ്യ ആവാനായി. ക്ലീൻ ചെയ്തിട്ട് വേണം മേൽ കഴുകിയിട്ട് വിളക്ക് വെച്ചിട്ട് നാമം ചൊല്ലാനുണ്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ബായ്. അമ്മ അവിടെ അപ്പുറത്ത് പണിയിൽ, അമ്മയും മുത്തശ്ശിയൊക്കെ എണ്ണ കാച്ചണതോ അതോ വേറെ എന്തിൻ്റെ ഒരു പണിയിലാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനി ഇവിടെ ഫുൾ ക്ലീൻ ചെയ്ത് അമ്മ വരുമ്പോഴേക്കും ഒരു സർപ്രൈസ് കൊടുക്കാനുണ്ട്. ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി വെക്കാനുണ്ട്. അപ്പോൾ ഓക്കെ, ബായ്.